സ്വാഗതം ടോപ് 10ലേക്ക്. ഒളിപ്പിക്കാൻ ശ്രമിച്ച PSCയുടെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്താകാൻ പോകുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട രേഖകൾ, അതായത് ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയിലെ പരീക്ഷയുടെ ഉത്തരക്കടലാസും അഭിമുഖത്തിന് നൽകിയ മാർക്കും അടക്കം എല്ലാ രേഖകളും നൽകാനാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. എന്തൊക്കെ ക്രമക്കേടുകൾ നടന്നു? PSCയുടെ സുതാര്യത നഷ്ടപ്പെട്ടു. 1.25 ലക്ഷത്തിലേറെ രൂപ ശമ്പളം ലഭിക്കുന്ന തസ്തികകളിൽ ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകർക്ക് മാത്രം നിയമനം കിട്ടിയത് എങ്ങനെ? 10 മാർക്കിൽ കള്ളത്തരം കാട്ടിയ PSCക്ക് ഉത്തരം മുട്ടുമോ? എല്ലാം വഴിയേ അറിയാം. പിന്നെയും സംശയം ബാക്കി. ക്രമക്കേടുകൾ ഇതിൽ മാത്രം ഒതുങ്ങുമോ, അതോ എണ്ണിത്തുടങ്ങിയതേ ഉള്ളൂ? ഇന്നത്തെ വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ഒടുവിൽ മുട്ടുമടക്കി PSC. ആസൂത്രണ ബോർഡ് നിയമന വിവാദത്തിൽ അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് കൈമാറാൻ തീരുമാനം. പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിച്ചു. നടപടി PSC അംഗങ്ങളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഒരാഴ്ചയ്ക്കകം എല്ലാ പരീക്ഷാരേഖകളും പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ. ഉത്തരക്കടലാസും അഭിമുഖത്തിന്റെ മാർക്കും കൈമാറണം. PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആരോഗ്യവകുപ്പിലെ 10 വർഷത്തെ പർച്ചേസിൽ അന്വേഷണം. വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷിക്കും. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയ ആരോഗ്യമന്ത്രി. കോവിഡ് കാലത്ത് വാങ്ങിയതും അന്വേഷിക്കും. നിയമസഭയിൽ ഊരാളുങ്കൽ കമ്പനിക്ക് നൽകിയിരുന്ന കരാറുകൾ റദ്ദ് ചെയ്ത സ്പീക്കറിന്റെ നടപടി ചർച്ചയാകുന്നു. ഭീകരാക്രമണ പദ്ധതി തകർത്ത ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഓപ്പറേഷൻ. പാകിസ്ഥാൻ ബന്ധമുള്ള 6 ഭീകരരെ അറസ്റ്റ് ചെയ്തു. സ്ഫോടക വസ്തുക്കളും അത്യാധുനിക ആയുധങ്ങളും പിടിച്ചെടുത്തു. പഹൽഗാം ഭീകരാക്രമണ കേസിൽ ഭീകരൻ ഹാഫിസ് സെയ്ദിനെ പ്രതി ചേർത്ത് ദേശീയ അന്വേഷണ ഏജൻസി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിൽ, ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. പ്രതിരോധം, ഊർജ്ജം, സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കുക ലക്ഷ്യം. അമേരിക്കയല്ലാതെ ഇസ്രായേലിന് മറ്റൊരു സഖ്യകക്ഷിയില്ല എന്ന JD വാൻസിന്റെ പരാമർശത്തിനെതിരെ ബെന്യാമിൻ നെതന്യാഹു. ഇന്ത്യ അടുത്ത സുഹൃത്തെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലേറെ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ അനുവദിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. തീരുമാനം കേരളത്തിലെ BJP നേതാക്കളുടെ ആവശ്യപ്രകാരമെന്നും റൂട്ടുകൾ ഉടൻ നിശ്ചയിക്കുമെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ്. അയോധ്യ സംഭാവന ക്രമക്കേടിൽ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ രാജി അംഗീകരിച്ച രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ്. SIT അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി ട്രസ്റ്റ് യോഗം. ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ട അമേരിക്കൻ കമ്പനി കോറോ ഹെൽത്തുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്ന് സർക്കാർ. അതുവരെ ജീവനക്കാർക്ക് ഓഫീസിലെത്താം. കമ്പനി അധികൃതർ വ്യവസ്ഥകൾക്ക് വഴങ്ങിയില്ല എങ്കിൽ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ലേബർ കമ്മീഷണർ. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം. മത്സരം രാത്രി 12:30 മുതൽ. ബെൽജിയം USA മത്സരം രാവിലെ 5:30. ബ്രസീലിന്റെ തോൽവിക്ക് പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച നെയ്മാർ. സിംബാബ്വേക്കെതിരായ 2020 ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കി. വൈഭവ് സൂര്യവംശി ടീമിൽ. കനത്ത മഴയിൽ മുങ്ങി മഹാരാഷ്ട്ര. 13 മരണം. മുംബൈ ഉൾപ്പെടെ 5 ജില്ലകളിൽ റെഡ് അലർട്ട്. റോഡ്, ട്രെയിൻ, വ്യോമഗതാഗതം താറുമാറായി. കശ്മീരിൽ മേഘവിസ്ഫോടനം. മിന്നൽ പ്രളയത്തിൽ കിഷ്ത്വാറിൽ വൻ നാശനഷ്ടം. സ്റ്റോറി ഓഫ് ദി ഡേ. നഗരത്തിലെ നൈറ്റ് റൈഡർ. PSC ചെയർമാനെ പോലെ മുഴുവൻ അംഗങ്ങളും ഇടതുപക്ഷ അനുഭാവികളാണ്. പക്ഷേ PSCയുടെ വിശ്വാസ്യത കളഞ്ഞ ചെയർമാനെതിരെ അവർ ഇന്ന് ആരോപണം ഉന്നയിച്ചു. ഒടുവിൽ ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പ് വിവാദത്തിൽ PSC ചെയർമാന് മുട്ടുമടക്കേണ്ടിയും വന്നു. പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിച്ചു. അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് കൈമാറാൻ PSC യോഗത്തിൽ തീരുമാനമായി. ആസൂത്രണ ബോർഡ് പരീക്ഷ തട്ടിപ്പ് ഉൾപ്പെടെ PSCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി പുറത്തു വന്നു. 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തി നിയമനം ലഭിച്ചത് ഇടത് സംഘടനാ നേതാവിന്. ഇത് വിവാദമായതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന കമ്മീഷൻ യോഗം റാങ്ക് പട്ടിക റദ്ദാക്കി.
അന്വേഷണത്തിന് ആഭ്യന്തര വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തിയെന്നായിരുന്നു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അന്വേഷണ ചുമതല ചെയർമാൻ പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ചു. സെക്രട്ടറിയെ പോലും അറിയിക്കാതെയായിരുന്നു ഈ തീരുമാനം ചെയർമാൻ എടുത്തത്. അന്വേഷണ ചുമതല കൺട്രോളർക്ക് കൈമാറിയതിൽ വിമർശനവുമായി അംഗങ്ങൾ രംഗത്ത് വന്നു. കമ്മീഷനുള്ളിൽ ഇന്ന് നടന്നത് രൂക്ഷമായ വാദപ്രതിവാദമാണ്. ചെയർമാനെതിരെ രൂക്ഷ വിമർശനമാണ് അംഗങ്ങൾ ഉന്നയിച്ചത്. ചെയർമാൻ കമ്മീഷനെ കബളിപ്പിച്ചുവെന്നും ചെയർമാന്റെ നടപടി PSCയെ സംശയനിലയിൽ നിർത്തിയെന്നും അംഗങ്ങൾ തുറന്നടിച്ചു. അന്വേഷണം പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ച നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അംഗങ്ങൾ വ്യക്തമാക്കി. അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SPക്ക് കൈമാറി. വിഷയത്തിൽ സർക്കാരും ഇടപെടുകയാണ്. കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നോട് വിശദമായി കാര്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. അന്വേഷിക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് നിയമോപദേശം ലഭിച്ചതോടെ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ക്രിമിനൽ ഗൂഢാലോചന പരിശോധിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉദ്യോഗാർത്ഥികൾ നേരത്തെ ചോദിച്ചതാണ്, പക്ഷെ കൊടുത്തില്ല. ഇപ്പോഴിതാ ആസൂത്രണ ബോർഡ് നിയമന വിവാദത്തിൽ പരീക്ഷാ രേഖകൾ മുഴുവൻ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തരക്കടലാസും അഭിമുഖത്തിലെ മാർക്കിന്റെ വിവരങ്ങളും അടക്കം എല്ലാം കൊടുക്കണം. അതിനിടെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പിഴവ് പറ്റിയെന്ന് സമ്മതിച്ച് PSC വാർത്താക്കുറിപ്പും ഇറക്കി. ആസൂത്രണ ബോർഡിലെ വിവാദ നിയമനത്തിൽ കനത്ത ആഘാതമാണ് വിവരാവകാശ കമ്മീഷൻ PSCക്ക് നൽകിയിരിക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണം ആഭ്യന്തര വിജിലൻസിന് കൈമാറാൻ വൈകിയതിൽ പ്രതിഷേധമുയരുമ്പോഴാണ് 7 ദിവസത്തിനകം മുഴുവൻ രേഖകളും ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. 1 വർഷമായി ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ട് നൽകാത്ത രേഖകളാണ് വിവരാവകാശ കമ്മീഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകാൻ PSCയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. PSC വഴി നിയമനം നടത്തുന്ന ഏറ്റവും ഉയർന്ന ശമ്പളമുള്ള തസ്തികകളിലേക്കുള്ള പരീക്ഷകളിലാണ് വ്യാപക ക്രമക്കേട് നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട 3 തസ്തികകളിലേക്ക് PSC നടത്തിയ പരീക്ഷയിൽ 10 ചോദ്യങ്ങൾക്ക് മൂല്യനിർണ്ണയം നടന്നിരുന്നില്ല. ഒടുവിൽ 3 റാങ്ക് പട്ടികകളും അന്തിമമായിട്ടില്ല എന്ന കാരണം പറഞ്ഞ് 3 വർഷമായി പരീക്ഷയിലെ മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒടുവിൽ ക്രമക്കേടിലെ അന്വേഷണം ആഭ്യന്തര വിജിലൻസിന് നൽകാൻ പോലും ചെയർമാൻ താൽപര്യം കാട്ടിയില്ല. പ്രതിഷേധം ശക്തമായപ്പോൾ പിഴവ് സംബന്ധിച്ച് PSC വാർത്താക്കുറിപ്പും ഇറക്കി. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ മൂല്യനിർണ്ണയത്തിൽ പിഴവ് കണ്ടെത്തിയതായും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ആഭ്യന്തര വിജിലൻസിനെ ഏൽപ്പിച്ചതായും PSC വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PSCയിലെ ക്രമക്കേടിനെതിരെ പ്രതിഷേധവും കനക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. മാർച്ച് PSC ആസ്ഥാനത്തിന് മുന്നിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. 4 തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിരിഞ്ഞുപോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഭീകരാക്രമണ പദ്ധതി തകർത്ത് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഓപ്പറേഷൻ. പാകിസ്ഥാൻ ബന്ധമുള്ള 6 ഭീകരരെ അറസ്റ്റ് ചെയ്തു. സ്ഫോടക വസ്തുക്കളും അത്യാധുനിക ആയുധങ്ങളും പിടിച്ചെടുത്തതായും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഫോടനം ഉൾപ്പെടെ ഭീകരാക്രമണം നടത്താൻ പദ്ധതി തയ്യാറാക്കിയ ഭീകര സംഘങ്ങളെയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പ്രത്യേക ഓപ്പറേഷനിലൂടെ പിടികൂടിയത്. ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം നടത്തിയ ഓപ്പറേഷനിലൂടെ 6 ഭീകരരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും പെട്രോൾ ബോംബുകൾ, അതിർത്തി കടന്നെത്തിയ അത്യാധുനിക ആയുധങ്ങൾ, വാഹനങ്ങളും പിടിച്ചെടുത്തു. അലി ഫസൽ, സുബൈർ, മാൽക്കിത്, തയാബ്, സൽമാൻ, ഡാനിഷ് എന്ന ചാന്ദ് മിയാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്ക് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടാ തലവനും ഭീകരനുമായ ഷഹസാദ് ഭട്ടിയുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തി. ഭീകരരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. പിടിയിലായവർക്ക് സാമ്പത്തിക സഹായം, ആയുധങ്ങൾ എത്തിച്ചു നൽകിയവർ എന്നിവരെ കണ്ടെത്താനും അന്വേഷണം നടത്തുന്നുണ്ട്. പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ വിശദമായി പരിശോധിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പഹൽഗാം ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരൻ ഹാഫിസ് സയ്യിദിനെ പ്രതി ചേർത്ത് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ ലഷ്കർ-ഇ തോയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കിയത്. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുടെയും അതിന്റെ കശ്മീർ പതിപ്പായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടും ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ജമ്മു പ്രത്യേക NIA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്.
സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ വേണ്ടത്ര ഉപകരണങ്ങളില്ല, ഉള്ളതാണെങ്കിൽ നേരെ പ്രവർത്തിക്കുന്നുമില്ല. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഡോക്ടർമാർ എണ്ണി അന്നേ പറഞ്ഞതാണ്. എവിടെയാണ് പ്രശ്നം, എന്താണ് പ്രശ്നം, എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുകയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇതിനായി കഴിഞ്ഞ 10 വർഷത്തിൽ ഈ രംഗത്ത് നടന്ന എല്ലാ പർച്ചേസുകളും വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷിക്കാനാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, ആരോഗ്യവകുപ്പിന് കീഴിലുള്ള മറ്റു സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആരോഗ്യവകുപ്പ് വാങ്ങിയ എല്ലാ മെഡിക്കൽ ഉപകരണങ്ങളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വാങ്ങൽ, സ്ഥാപിക്കൽ, കമ്മീഷനിംഗ്, ഉപയോഗം, പരിപാലനം, നിലവിലെ അവസ്ഥ എന്നിവ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കും. ആരോഗ്യവകുപ്പിൽ വില കൂടിയ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, ഓട്ടോക്ലേവ് മെഷീനുകൾ, സോളാർ പവർ പ്ലാന്റുകൾ, ജനറേറ്ററുകൾ എന്നിവയും പ്ലാന്റ് ഫണ്ടിനു പുറമെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി വാങ്ങിയ വില കൂടിയ ഉപകരണങ്ങൾ തുടങ്ങിയവയിൽ വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടുന്നതാണ് അന്വേഷണ സമിതി. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഉത്തരവാദികളെ കൃത്യമായി കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള ശുപാർശകളും റിപ്പോർട്ടിലുണ്ടാകും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിലെ ക്രമക്കേടുകളിലെ ആരോപണവും അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. മാർച്ച് 11-നും മെയ് 6-നും ഇടയിൽ നടന്ന ബ്ലീച്ചിംഗ് പൗഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവുണ്ടായെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിന്റെ ദയനീയ അവസ്ഥയിൽ ഒടുവിൽ സർക്കാരിന്റെ നിർണായക ഇടപെടൽ. ആശുപത്രി നേരിടുന്ന ഗുരുതര പ്രതിസന്ധികളും ശോചനീയാവസ്ഥയും വലിയ ചർച്ചാ വിഷയമായിരിക്കെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗം പ്രശ്നപരിഹാരത്തിനായി 100 ദിന കർമ്മ പരിപാടിക്ക് രൂപം നൽകിയത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം അതിർത്തി പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ പ്രധാന ആശ്രയ കേന്ദ്രമായ പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി നേരിടുന്ന ഗുരുതര പ്രതിസന്ധികളും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ചികിത്സാ സംവിധാനങ്ങളിലെ വീഴ്ചകളും കഴിഞ്ഞ കുറച്ചു കാലമായി തുടർച്ചയായി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഹൃദ്രോഗ ചികിത്സാ വിഭാഗത്തിലെ ഏക കാർഡിയോളജിസ്റ്റിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതോടെ കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം സ്തംഭിച്ചു. ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികളെ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യേണ്ട സാഹചര്യം വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഓപ്പറേഷൻ തിയേറ്ററുകളിലെയും ICUവിലെയും AC തകരാറുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളും ചികിത്സയെ പ്രതികൂലമായി ബാധിച്ചതായി പരാതികൾ ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് ജനപ്രതിനിധികളിൽ നിന്നും ആശുപത്രി അധികൃതരിൽ നിന്നും പ്രശ്നങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞത്. യോഗത്തിനു ശേഷം മെഡിക്കൽ കോളേജിന്റെ ദയനീയാവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഇവിടെ വന്ന കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ മെഡിക്കൽ കോളേജിന്റെ ദയനീയാവസ്ഥ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഒരു പ്രത്യേകത എവിടെയുള്ളത്, ഇപ്പോൾ പുതിയതായി തുടങ്ങിയ മറ്റ് മെഡിക്കൽ കോളേജിനേക്കാൾ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഏറ്റവും ഉള്ളത് ഈ മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉടൻ തന്നെ തീരുമാനമെടുക്കും. ഈ മെഡിക്കൽ കോളേജ് സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. പരമാവധി സ്റ്റാഫിനെ നിയമിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, വിദഗ്ധ ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും നിയമനം, ചികിത്സാ സേവനങ്ങളുടെ വിപുലീകരണം എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ജനപ്രതിനിധികളും ആശുപത്രി അധികൃതരും മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആവശ്യമായ ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും അടിയന്തരമായി PSC മുഖേന നിയമിക്കുമെന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ട്രോമ കെയർ യൂണിറ്റ് ഉടൻ സ്ഥാപിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണുമെന്നും ആശുപത്രിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊല്ലം. നിയമസഭയിൽ ഊരാളുങ്കൽ കമ്പനിക്ക് നൽകിയിരുന്ന കരാറുകൾ റദ്ദ് ചെയ്ത സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നടപടി ചർച്ചയാകുന്നു. പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ഊരാളുങ്കലിന് നിയമസഭയിൽ ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് ഊരാളുങ്കലിനെ റദ്ദ് ചെയ്ത സ്പീക്കറുടെ നടപടി. ടെൻഡറില്ലാതെ കരാറെടുക്കാൻ ഊരാളുങ്കൽ കമ്പനിക്ക് UDF സർക്കാർ കഴിഞ്ഞ ദിവസം അനുമതിയും നീട്ടി നൽകിയിരുന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഊരാളുങ്കലിനെ നഖശിഖാന്തം എതിർത്ത UDF ഭരണത്തിൽ വന്നപ്പോൾ U-ടേൺ അടിച്ചത് വിവാദമാകുമ്പോഴാണ് തിരുവഞ്ചൂരിന്റെ നടപടി എന്നതാണ് ശ്രദ്ധേയം.
വർഷവും പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ CPMന്റെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടമായാണ് UDF ആരോപിച്ചിരുന്നത്. എന്നാൽ ഭരണം കിട്ടിയപ്പോൾ മലക്കം മറിഞ്ഞു. ഊരാളുങ്കലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ക്ലീൻ ചിറ്റ് നൽകിയത് നിയമസഭയിൽ തന്നെയായിരുന്നു. അതേ നിയമസഭയിൽ തന്നെയാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഊരാളുങ്കലിന്റെ കരാറുകൾ റദ്ദാക്കിയിരിക്കുന്നത്. മുൻ LDF സർക്കാരിന്റെ കാലത്തെ നവീകരണ കരാറുകൾ കൂട്ടത്തോടെ സ്പീക്കർ റദ്ദാക്കി. ഗുരുതര വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമസഭയ്ക്കുള്ളിലെ LED വാൾ നന്നാക്കാൻ മാത്രം 10 ലക്ഷം രൂപ പൊതുപണം ചെലവാക്കാമെന്ന മുൻ സ്പീക്കറുടെ ഉത്തരവും റദ്ദാക്കി. ടെൻഡറില്ലാതെ കരാറെടുക്കുന്നതിന് ഊരാളുങ്കൽ ഉൾപ്പെടെ 46 ഏജൻസികൾക്ക് കാലാവധി നീട്ടി നൽകിയ സർക്കാരിന്റെ നടപടിയും വിമർശന വിധേയമായിരുന്നു. ഊരാളുങ്കലിന് UDF സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന വിമർശനം ഉയരുമ്പോഴാണ് നിയമസഭയിലെ കരാറുകൾ ക്രമക്കേടിന്റെ പേരിൽ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റദ്ദാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് മോദിയെ സ്വീകരിച്ചത്. ഇന്തോനേഷ്യയ്ക്ക് പുറമെ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും മോദി സന്ദർശിക്കും. വികസന സാമ്പത്തിക മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനും യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കുന്നതിനും ചർച്ചയുണ്ടാകുമെന്ന് യാത്രയ്ക്ക് മുൻപ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. മോദിയെ സ്വീകരിക്കാൻ വിവിധ കലാരൂപങ്ങളും വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു. മോദിയുടെ വിമാനം അതിർത്തിയിൽ പ്രവേശിച്ചതു മുതൽ ഇന്തോനേഷ്യൻ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകി. ഇന്ത്യയോടും പ്രധാനമന്ത്രി മോദിയോടുമുള്ള ബഹുമാന സൂചകമായാണ് യുദ്ധവിമാനങ്ങൾ അകമ്പടിയായി എത്തിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നാളെ മോദി ചർച്ച നടത്തും. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മോദിയുടെ സന്ദർശനം. പ്രതിരോധ മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ ഇന്തോനേഷ്യ ധാരണയിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സാംസ്കാരികവും ചരിത്രപരവുമായ നഗരമായ യോഗ്യകാർത്തയും പ്രംബനൻ ക്ഷേത്ര സമുച്ചയവും മോദി സന്ദർശിക്കും. ജക്കാർത്തയിലെ ഇന്ത്യൻ പ്രവാസികളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. മോദി ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തും. പ്രതിരോധം, ഊർജ്ജം, സമുദ്ര സുരക്ഷ തുടങ്ങി നിരവധി രംഗങ്ങളിലെ സഹകരണം ശക്തമാക്കാനുള്ള ചർച്ചകളാണ് ഓസ്ട്രേലിയയിൽ നടക്കുക. വ്യാപാര, സാമ്പത്തിക, സാങ്കേതിക രംഗങ്ങളിൽ യോജിച്ചു നീങ്ങുന്നതിനുള്ള ചർച്ചകളും ഉണ്ടാകും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക എന്നതോടൊപ്പം ഇന്തോ പസഫിക് മേഖലയിലെ സ്വാധീനം, സമുദ്ര സുരക്ഷ, വിതരണ ശൃംഖലകളുടെ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് മോദിയുടെ സന്ദർശനം നിർണായകമാകും. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ഒന്നിച്ച് ക്രിക്കറ്റ് താരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥി വിസയ്ക്കുള്ള കാലതാമസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സന്ദർശനവേളയിൽ ചർച്ചയാകും. ന്യൂസിലാൻഡിലെത്തുന്ന നരേന്ദ്രമോദി ഇന്ത്യ ന്യൂസിലൻഡ് വ്യാപാര കരാർ ഒപ്പുവെച്ച ശേഷമാകും സാഹചര്യം വിലയിരുത്തുക. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി നടക്കുന്ന ചർച്ചകൾക്കു ശേഷം കാർഷിക മേഖലയിൽ ഉൾപ്പെടെ സഹകരണത്തിന് ധാരണയിലെത്തും. രാജീവ് ഗാന്ധിക്കു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇസ്രയേലിന് അമേരിക്കയല്ലാതെ മറ്റൊരു ശക്തമായ സഖ്യകക്ഷിയില്ല എന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് സമ്മതിക്കുമ്പോഴും ഇന്ത്യ നൽകുന്നത് അതിശക്തമായ പിന്തുണയാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ പരാമർശം. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്നത് അതിശക്തമായ പിന്തുണയാണ്. ഫേസ്ബുക്കിലും തനിക്ക് ഇന്ത്യയിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നു. Agree with everything that he says, and I have to point out this. Donald Trump is the greatest friend we ever had in the White House, and I stand by that completely. Secondly, we have some other friends, like a small country called India. You know, it has 1.4 billion people, and boy, do we have a tremendous support there. നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്ക് കേന്ദ്രം ഓണസമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന സ്പെഷ്യൽ ട്രെയിനുകളാണ് ആ സമ്മാനം. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് 100 ട്രെയിനുകൾ അധികമായി സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പ്രത്യേക സർവീസ് ഉണ്ടാകും.
ഓണത്തിന്റെ തിരക്ക് കണക്കിലെടുത്ത് 100-ലധികം ട്രെയിൻ സർവീസുകളാണ് അനുവദിച്ചത്. റൂട്ടുകൾ ഉടൻ നിശ്ചയിക്കുമെന്നാണ് വിവരം. ഓണത്തിന് പുറമെ ജഗന്നാഥ രഥയാത്രയ്ക്ക് 300-ലധികം പ്രത്യേക ട്രെയിനുകൾ ഒഡീഷയ്ക്ക് അനുവദിക്കുമെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഭുവനേശ്വറിലെ റെയിൽ സദനിൽ നിന്നും വീഡിയോ കോൺഫറൻസിലൂടെ നന്ദേഗഡ് മുംബൈ, തനക്പൂർ നന്ദേഗഡ് എക്സ്പ്രസ് ട്രെയിനുകൾ കേന്ദ്രമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുകയും തനക്പൂർ പിലിഭിത്ത് ട്രെയിൻ സർവീസുകൾ ഷാജഹാൻപൂർ വരെ നീട്ടുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒഡീഷയ്ക്കും കേരളത്തിനും സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞത്. Onam festival is very important for Kerala, and during this festival we will be operating about 100 plus more than 100 special trains, so that people who want to go to their homes during this major festival season, they can reach their homes in comfort. We are about to notify the trains, and this is very important. പ്രത്യേക ട്രെയിനുകളുടെ സർവീസ് സമയക്രമം, റൂട്ട്, സ്റ്റോപ്പുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓണക്കാലത്ത് നാട്ടിലേക്ക് വരുന്ന മലയാളികൾക്ക് ഏറെ ആശ്വാസകരമാകും സ്പെഷ്യൽ ട്രെയിനുകളുടെ പ്രഖ്യാപനം. ഓണത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതനുസരിച്ചാണ് സർവീസുകൾ പ്രഖ്യാപിക്കുന്നതെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു. കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ നാടുകളിലേക്ക് പോകുന്ന മലയാളികൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്നതിനായി 100-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിക്കുമെന്ന് സദേൺ റെയിൽവേയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ രാജി അംഗീകരിച്ച ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്ക് ശേഷം ഇന്നാദ്യമായി ചേർന്ന ട്രസ്റ്റ് യോഗത്തിലാണ് തീരുമാനം. SIT അന്വേഷണം തൃപ്തികരമെന്നും ട്രസ്റ്റ് വിലയിരുത്തി. അതേസമയം ക്ഷേത്രത്തിലെ ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അലഹാബാദ് ഹൈക്കോടതി തള്ളി. അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് നൽകിയ രാജി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗീകരിച്ചു. ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധക്കുറവുണ്ടായി എന്നും വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി ചേർന്ന ട്രസ്റ്റ് യോഗം വിലയിരുത്തി. ട്രസ്റ്റി അനിൽ മിശ്രയുടെ രാജിയും അംഗീകരിച്ചു. നിലവിലെ SIT അന്വേഷണം തൃപ്തികരമാണെന്ന നിലപാടിലാണ് ട്രസ്റ്റ്. അയോധ്യയിലുണ്ടായിരുന്നെങ്കിലും ചമ്പത് റായ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പുതിയ ജനറൽ സെക്രട്ടറിയായി VHP അന്താരാഷ്ട്ര ജനറൽ സെക്രട്ടറി ബജ്രംഗ് ലാൽ ബഗ്രയെ ചുമതലപ്പെടുത്തുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും കഴിഞ്ഞ വർഷത്തെ വരവ് ചിലവ് കണക്കുകളും യോഗം പരിശോധിച്ചു. അതേസമയം ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നടപടി. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഉടൻ തന്നെ SIT അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ട അമേരിക്കൻ കമ്പനി കോറോ ഹെൽത്തുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്ന് ഉമാ തോമസ് MLA. അതുവരെ ജീവനക്കാർക്ക് ഓഫീസിലെത്താം. കമ്പനി അധികൃതർ വ്യവസ്ഥകൾക്ക് വഴങ്ങിയില്ല എങ്കിൽ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ലേബർ കമ്മീഷണറും അറിയിച്ചിട്ടുണ്ട്. തൊഴിൽ മന്ത്രിയുമായി നടത്തുന്ന ചർച്ച വരെ തൽസ്ഥിതി തുടരാം എന്ന ധാരണയിൽ നിന്ന് വിരുദ്ധമായി ജോലിക്കെത്തിയ ജീവനക്കാരോട് ഓഫീസിൽ പ്രവേശിക്കരുതെന്ന് കമ്പനി അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാർക്ക് ഓഫീസിൽ പ്രവേശിക്കാനായില്ല. പിന്നീട് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടന്ന ചർച്ചയിൽ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറോട് കാര്യങ്ങൾ വിശദീകരിച്ചു. വിഷയം കമ്പനിയെ ധരിപ്പിക്കാമെന്ന് അഡ്വൈസർ പ്രതികരിച്ചു. ഇവിടുത്തെ തീരുമാനം എന്താണെന്നുള്ളത് അറിഞ്ഞ് ഞാനത് കമ്പനിയെ അറിയിക്കണം. അതിനുശേഷമാണ് കമ്പനിക്ക് ഒരു തീരുമാനം എടുത്ത് അത് കമ്പനിനെ അറിയിക്കണമെങ്കിൽ അറിയിക്കാനാകുള്ളൂ. കമ്പനി അധികൃതർ 10-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്ന് ഉമാ തോമസ് പറഞ്ഞു. കോറോ ഹെൽത്ത് ഉടമകൾ വഴങ്ങിയില്ലെങ്കിൽ നിയമപരമായ നടപടിയിലേക്ക് കടക്കാനുള്ള ചട്ടങ്ങളുണ്ടെന്ന് ലേബർ കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ 10th തന്നെ നമ്മൾ അവരുടെ സൗകര്യത്തിനുള്ള ദിവസത്തിന് തന്നെയാണ് മിനിസ്റ്റർ വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപ്രകാരം നാളെ മുതൽ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തോണ്ട്, അതായത് അവർ വർക്കില്ലെങ്കിൽ വർക്ക് കൊടുക്കണ്ട, പക്ഷേ കുട്ടികൾ അവിടെ കയറിയിരിക്കും, അവർക്ക് ഡൈനിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ വാഷ്റൂം ഫെസിലിറ്റി എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ആ ഓഫീസിലിരിക്കാനുള്ള സഹായം കമ്പനി ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ ലീഗൽ അഡ്വൈസർ ആമിർ എത്തിയിട്ടുണ്ട്. ആമിറിനോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഇപ്പം 616ഓളം ജീവനക്കാർ നമ്മുടെ എറണാകുളത്തും 300ഓളം ജീവനക്കാർ കോഴിക്കോടും ഉണ്ട്. സോ ഏത് ആക്ടിൻ്റെ പ്രൊവിഷൻ എടുത്താലും പ്രൊവിഷൻസ് ആർ ആപ്ലിക്കബിൾ ഫോർ ദിസ് ഫേം. സോ ഇവരിങ്ങനെ നമുക്കൊരു നോട്ടീസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഇൻഫോം ചെയ്യാത്ത സാഹചര്യത്തിൽ ദിസ് വിൽ ബി ഡീംഡ് ആസ് എൻ ഇല്ലീഗൽ ക്ലോഷർ ആസ് ഓഫ് നോ. സോ നമ്മൾ അതിൻ്റെ പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നിലവിലെ ചർച്ചകളെ ജീവനക്കാർ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഞങ്ങൾ അറിയാൻ സാധിച്ചത് MLA പറഞ്ഞ പോലെ 10-ാം തീയതി കമ്പനിയുടെ പ്രതിനിധികൾ എത്തുന്നതാണ്.
അതുവരെ സ്റ്റാറ്റസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാമെന്നും ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഉറപ്പ് നിമിഷത്തിനകം ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും 800ഓളം ജീവനക്കാരെ കഴിഞ്ഞ ദിവസമാണ് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. അമൃത ന്യൂസ്, കൊച്ചി. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിന്റെ പശ്ചാത്തലത്തിൽ ലേബർ കോഡുകളിലെ തൊഴിലാളി ദ്രോഹ വ്യവസ്ഥകൾ സംസ്ഥാനത്ത് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കമ്പനിയുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കരുത്. കോർപ്പറേറ്റുകൾ തൊഴിലാളികളെ തെരുവിലേക്ക് തള്ളിയിടുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റേതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിൽ പ്രതിപക്ഷം മുൻപന്തിയിലുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോക പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 തീപാറും പോരാട്ടം. പോർച്ചുഗൽ, സ്പെയിൻ, ഐബീരിയൻ ഡെർബി പോരാട്ടത്തിൽ ആര് വാഴും ആര് വീഴുമെന്നുറ്റുനോക്കുകയാണ് ആരാധകർ. നാളെ പുലർച്ചെ 5:30 USA ബെൽജിയം മത്സരവുമുണ്ട്. അർജന്റീന ഈജിപ്ത് പോരാട്ടം നാളെ രാത്രി 9:30. യൂറോപ്പിലെ അയൽക്കാർ തമ്മിലുള്ള പോരാട്ടമാണ് ഏറ്റവും ശ്രദ്ധേയം. ഫുട്ബോളിൽ ഐബീരിയൻ ഡെർബി എന്നറിയപ്പെടുന്ന പോർച്ചുഗൽ സ്പെയിൻ ഏറ്റുമുട്ടൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ പോരാട്ടങ്ങളിൽ ഒന്നാണ്. ചരിത്രത്തിൽ ഇതുവരെ 41 തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ സ്പെയിൻ 17 ജയങ്ങളും പോർച്ചുഗൽ 7 വിജയങ്ങളും നേടിയിട്ടുണ്ട്. ബാക്കി മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഗ്രൂപ്പ് കെയിൽ 2ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തിയ പോർച്ചുഗൽ റൗണ്ട് ഓഫ് 32-ൽ ക്രൊയേഷ്യയെ 2-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ശ്രദ്ധേയ കേന്ദ്രം. എന്നാൽ റൊണാൾഡോ നിറം മങ്ങിയത് തിരിച്ചടിയാണ്. റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഓസ്ട്രിയയെ തകർത്താണ് സ്പെയിൻ പ്രീ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത്. ലോസ് ഏഞ്ചൽസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് മുൻ ചാമ്പ്യന്മാർ വിജയിച്ചത്. മൈക്കൽ ഒയാർസബാലാണ് സ്പെയിനിന്റെ തുറുപ്പുചീട്ട്. ഒറ്റ ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിൻ ഈ ലോകകപ്പിലെ കുതിപ്പ് തുടരുന്നത്. പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയത്തെയാണ് നേരിടുക. നോക്കൌട്ടിൽ ബോസ്നിയയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്നത്. സെനഗലിനെ തോൽപ്പിച്ചാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിലെത്തിയത്. അവസാന സമയത്ത് തോൽവിയുടെ പടിക്കൽ നിന്നാണ് ബെൽജിയത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ബെൽജിയം ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയില്ലെങ്കിലും റൗണ്ട് 32-ൽ കിടിലം ജയം നേടിയത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാളെ രാത്രി നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തിനെ നേരിടും. കനത്ത വെല്ലുവിളി ഉയർത്തിയ കേപ്പ് വെർദയെ അധിക സമയത്ത് 3-2 എന്ന സ്കോറിന് മറികടന്നാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. നോർവേയെ തോൽപ്പിച്ച് ചരിത്രം തിരുത്തിക്കുറിക്കാമെന്ന ബ്രസീലിന്റെ മോഹം ഇത്തവണയും പൂവണിഞ്ഞില്ല. 28 വർഷം മുൻപുള്ള തനിയാവർത്തനമായിരുന്നു ഇന്നും. ലോക ഫുട്ബോളിൽ ബ്രസീലിന്റെ കിരീട പോരാട്ടം പ്രീ ക്വാർട്ടറിൽ അവസാനിച്ചു. പ്രിയതാരം നെയ്മറുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിനും ആരാധകർ സാക്ഷികളായി. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. 5 തവണ ചാമ്പ്യന്മാരായ ബ്രസീലിനെ നോർവേ പുല്ലുപോലെ തോൽപ്പിച്ചത് ഫുട്ബോൾ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചു. 2-1 ബ്രസീൽ തോറ്റുപുറത്തായത്. 79-ാം മിനിറ്റിലും 90-ാം മിനിറ്റിലും ഹാലണ്ട് ബ്രസീലിന്റെ ഗോൾ വല കുലുക്കി. ബ്രസീലിനായി നെയ്മർ ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ ആശ്വാസ ഗോൾ നേടി. ഇരട്ട ഗോളുകളോടെ ഹാലണ്ട് ഈ ലോകകപ്പിൽ ഗോൾ വേട്ടയിൽ 7 ഗോളുകളോടെ മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും നിരവധി ഗോൾ അവസരങ്ങളാണ് പാഴാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് നോർവേ ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ കടക്കുന്നത്. അതേസമയം മറ്റൊരു ചരിത്ര നേട്ടത്തിന്റെ കഥയാണ് നോർവേയ്ക്ക് പറയാനുള്ളത്. ഫുട്ബോളിൽ ഇതുവരെ 88 ടീമുകളെ നേരിട്ടിട്ടുള്ള ബ്രസീലിന് ഒരിക്കൽ പോലും തോൽപ്പിക്കാനാവാത്ത ഒരേയൊരു ടീമാണ് നോർവേ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലും നോർവേയും ഇതുവരെ 7 തവണയാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. ഇതിൽ 1 തവണ പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. തോൽവിയുടെ ആഘാതം മാറുന്നതിന് മുൻപേ ആരാധകർക്ക് ഇരുട്ടടിയായി പ്രിയതാരം നെയ്മറുടെ വിരമിക്കൽ പ്രഖ്യാപനവും. ബ്രസീലിനായി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന ബഹുമതിയോടെയാണ് നെയ്മർ 16 വർഷത്തെ കരിയർ അവസാനിപ്പിച്ചത്. ബ്രസീൽ ടീമിനായി 130 മത്സരങ്ങളിൽ നിന്ന് 80 ഗോളുകളും 59 അസിസ്റ്റുകളും 34-കാരനായ നെയ്മർ സ്വന്തമാക്കിയിട്ടുണ്ട്. താൻ പരമാവധി ശ്രമിച്ചുവെന്ന മത്സരത്തിന് ശേഷം നെയ്മർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇവിടെ വെച്ചാണ് എല്ലാം തുടങ്ങിയത്, ഇവിടെ വെച്ച് തന്നെ താൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നെയ്മർ പറഞ്ഞു. 2010-ൽ രാജ്യാന്തര കരിയർ ആരംഭിച്ച നെയ്മർ 4 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ബ്രസീലിനു വേണ്ടി കളിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.
ലോകകപ്പിൽ ആവേശം നിറച്ച മത്സരത്തിൽ മെക്സിക്കോക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. 2-3 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. മത്സരത്തിന്റെ തുടക്കത്തിൽ മെക്സിക്കോയ്ക്കായിരുന്നു ആധിപത്യം. അതിനിടെയാണ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഗോൾ നേടിയത്. 2 മിനിറ്റിനുള്ളിൽ തന്റെ രണ്ടാം ഗോളും നേടി. 2 മിനിറ്റിനുള്ളിൽ മെക്സിക്കോ ക്യുനാനസിലൂടെ ആദ്യ ഗോൾ നേടി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിന് കനത്ത തിരിച്ചടിയായി ക്വാൻസ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. ഇംഗ്ലണ്ടിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ലക്ഷ്യത്തിലെത്തിച്ചതോടെ ഇംഗ്ലണ്ട് 3-1 മുന്നിലെത്തി. അതിനിടെ മെക്സിക്കോയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത റൗൾ ജിമെനസ് പന്ത് വലയിലാക്കിയതോടെ സ്കോർ 3-2 മാറി. ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ നോർവേയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ ചുവപ്പ് കാർഡ് കിട്ടിയ US സ്ട്രൈക്കർ ഫോളാരിൻ ബലോഗന്റെ മത്സരവിലക്ക് ഫിഫ നീക്കിയത് വിവാദത്തിൽ. മത്സരവിലക്ക് നീക്കിയതിനാൽ തിങ്കളാഴ്ച ബെൽജിയത്തിനെതിരെ പ്രീ ക്വാർട്ടറിൽ താരത്തിന് കളിക്കാനാകും. ഫിഫ പ്രസിഡന്റിനെ ട്രംപ് ഫോണിൽ വിളിച്ച് ബലോഗന്റെ റെഡ് കാർഡ് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട ട്രംപ് 3 തവണയാണ് ഇൻഫാന്റിനോയെ വിളിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫിഫയുടെ തീരുമാനത്തെ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ സ്വാഗതം ചെയ്തു. ഇതോടെ കൂടുതൽ അപ്പീലുകൾ ഫിഫയ്ക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. ഒലീസയുടെ മഞ്ഞ കാർഡ് റദ്ദാക്കണമെന്ന് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിംബാബ്വെക്കെതിരെയുള്ള 3 മത്സരങ്ങളുടെ 2020 പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസണെ ടീമിൽ നിന്ന് ഒഴിവാക്കി. സഞ്ജുവിന് വിശ്രമം അനുവദിച്ചതാണോ അതോ ഒഴിവാക്കിയതാണോ എന്നതിൽ വ്യക്തതയില്ല. അതേസമയം 15-കാരനായ യുവ വിസ്മയം വൈഭവ് സൂര്യവംശിയെ സെലക്ടർമാർ ടീമിൽ നിലനിർത്തി.